അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 6ാം ക്ലാസ്സിലെ ഫിഖഹിൻ്റെ 1ാമത്തെ പാഠം സത്തുറുൽ ഔറത്തി, ഔറത്ത് മറക്കൽ. ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഈ പാഠത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഔറത്ത് മറക്കൽ നിസ്കാരം സ്വഹീഹാകാനുള്ള ഷർത്താണല്ലോ. അതിൽ ചെറിയവർ വലിയവർ എന്നോ ഒറ്റക്കോ ഇരുട്ടിലോ എന്ന വ്യത്യാസമില്ല. പുരുഷൻ്റെ ഔറത്ത് മുട്ട് പൊക്കിളിനിടയിലുള്ള സ്ഥലമാണ്. പുരുഷൻ്റെ ഔറത്ത് മുട്ട് പൊക്കിളിനിടയിലുള്ള സ്ഥലമാണ്. സ്ത്രീയുടെ ഔറത്ത് നിസ്കാരത്തിൽ മുഖവും 2 മുൻകൈയും ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളുമാണ്. സ്ത്രീയുടെ ഔറത്ത് നിസ്കാരത്തിൽ മുഖവും 2 മുൻകൈയും ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളുമാണ്. അന്യപുരുഷൻ്റെ അടുക്കൽ ശരീരം മുഴുവനുമാണ്. അന്യപുരുഷൻ്റെ അടുക്കൽ ശരീരം മുഴുവനുമാണ്. ഒറ്റക്കും വിവാഹബന്ധം ഹറാമായവരുടെ സമീപത്തും മുട്ടുപൊക്കിളിനിടയിലുള്ള സ്ഥലമാണ്. ഒറ്റക്കും വിവാഹബന്ധം ഹറാമായവരുടെ സമീപത്തും മുട്ടുപൊക്കിളിനിടയിലുള്ള സ്ഥലമാണ്. അമുസ്ലിം സ്ത്രീകളുടെ അടുത്ത് ജോലി സമയത്ത് വെളിവാകുന്ന ഭാഗം അല്ലാത്തവയാണ്. അമുസ്ലിം സ്ത്രീകളുടെ അടുത്ത് ജോലി സമയത്ത് വെളിവാകുന്ന ഭാഗം അല്ലാത്തവയാണ്. പ്രത്യേക ശ്രദ്ധയ്ക്ക് തൊലിയുടെ നിറം കാണാത്തത് കൊണ്ടായിരിക്കണം മറക്കേണ്ടത്. തൊലിയുടെ നിറം കാണാത്തത് കൊണ്ടായിരിക്കണം മറക്കേണ്ടത്. മുകൾ ഭാഗവും ചുറ്റുഭാഗവും മറക്കണം. അടിഭാഗം മറക്കേണ്ടതില്ല. ഔറത്ത് മറക്കാവുന്ന ഒന്നും ഇല്ലാത്തവൻ നഗ്നനായി നിസ്കരിക്കണം. ആ നിസ്കാരം മടക്കേണ്ടതില്ല. സുന്നത്തുകൾ: 2 വസ്ത്രം മാത്രമുള്ളവൻ ഒന്ന് ധരിക്കുക, മറ്റൊന്ന് മുമ്പിൽ മറയുണ്ടെങ്കിൽ മേൽത്തട്ടമാക്കുക, ഇല്ലെങ്കിൽ അത് മുസല്ലയാക്കുക. 2 വസ്ത്രം മാത്രമുള്ളവൻ ഒന്ന് ധരിക്കുക, മറ്റൊന്ന് മുമ്പിൽ മറയുണ്ടെങ്കിൽ മേൽത്തട്ടമാക്കുക, ഇല്ലെങ്കിൽ അഥവാ മറ ഇല്ലെങ്കിൽ അത് മുസല്ലയാക്കുക. നിസ്കാരത്തിൽ നല്ല വസ്ത്രം ധരിക്കുക, തലയും ചുമലും മറക്കുക. വെള്ള വസ്ത്രമാണ് ഏറ്റവും ശ്രേഷ്ഠം. വെള്ള വസ്ത്രമാണ് ഏറ്റവും ശ്രേഷ്ഠം. പെരുന്നാൾ ദിവസം വില കൂടിയ വസ്ത്രമാണ് അഫ്ളൽ. പെരുന്നാൾ ദിവസം വില കൂടിയ വസ്ത്രമാണ് അഫ്ളൽ. ശരീരവണ്ണം പ്രകടമാകുന്ന വസ്ത്രം പുരുഷന് ഉത്തമമല്ല. സ്ത്രീകൾക്ക് അത് കറാഹത്താണ്. നജസായ നനവില്ലാത്ത വസ്ത്രം നിസ്കാരത്തിൽ അല്ലെങ്കിൽ ധരിക്കാവുന്നതാണ്. നജസായ നനവില്ലാത്ത അഥവാ നനവല്ലാത്ത നജസ് അങ്ങനെയുള്ള വസ്ത്രം നിസ്കാരത്തിലല്ലെങ്കിൽ ധരിക്കാവുന്നതാണ്. സ്വർണം, വെള്ളി, പട്ട് എന്നിവയെക്കുറിച്ചുള്ള ചില വിഷയങ്ങളാണ് പറയുന്നത്. പട്ട് വസ്ത്രങ്ങൾ, സ്വർണം, വെള്ളി ആഭരണങ്ങൾ എന്നിവ പുരുഷന്മാർക്ക് ഹറാമാണ്. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികൾക്ക് ഇവ ധരിപ്പിക്കൽ അനുവദനീയമാണ്. ഒരു വെള്ളി മോതിരം ചെറുവിരലിൽ അണിയൽ പുരുഷന് സുന്നത്താണ്. ഒരു വെള്ളി മോതിരം ചെറുവിരലിൽ അണിയൽ പുരുഷന് സുന്നത്താണ്. അത് വലത് കയ്യിലാവലാണ് ഉത്തമം. അത് വലത് കയ്യിലാവലാണ് ഉത്തമം. ചൂണ്ടുവിരലിലും നടുവിരലിലും കറാഹത്താണ്. ചൂണ്ടുവിരലിലും നടുവിരലിലും കറാഹത്താണ്. ചായം കൊടുക്കൽ അഥവാ നിറം നൽകൽ. നെയ്തതിനു ശേഷം കളർ ചെയ്ത വസ്ത്രം ധരിക്കൽ കറാഹത്താണ്. നെയ്തതിനു ശേഷം കളർ ചെയ്ത വസ്ത്രം ധരിക്കൽ കറാഹത്താണ്. നരച്ച മുടിക്ക് ചുവപ്പോ മഞ്ഞയോ കളർ കൊടുക്കൽ പുരുഷന് സുന്നത്തും കറുപ്പിക്കൽ ഹറാമുമാണ്. നരച്ച മുടിക്ക് ചുവപ്പോ മഞ്ഞയോ കളർ കൊടുക്കൽ പുരുഷന് സുന്നത്തും കറുപ്പിക്കൽ ഹറാമുമാണ്. പുരുഷന് കൈകാലുകളിൽ
കാരണമില്ലാതെ മൈലാഞ്ചി ഇടലും താടി വടിക്കലും ഹറാമാണ്. പുരുഷന് കൈകാലുകളിൽ കാരണമില്ലാതെ മൈലാഞ്ചി ഇടലും താടി വടിക്കലും ഹറാമാണ്. ഇതാണ് പാഠഭാഗത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ തദ്രീബാത്തിലുള്ള ഭാഗം നോക്കാം. തദ്രീബാത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഇഖ്തരി സ്വഹീഹ ബിഹാദിഹി, ശരിയായതിന് ശരിയെന്ന് അടയാളപ്പെടുത്തുക. നമുക്ക് നോക്കാം. പുരുഷൻ്റെ ഔറത്ത് ഇവിടെ 3 നൽകിയിട്ടുണ്ട്. അതിൽ ശരിയായത് മുട്ട് പൊക്കിളിനിടയിലുള്ള ഭാഗം. പുരുഷൻ്റെ ഔറത്ത് മുട്ട് പൊക്കിളിനിടയിലുള്ള ഭാഗം. ചോദ്യം 2, നിസ്കാരത്തിൽ സ്ത്രീയുടെ ഔറത്ത്. നിസ്കാരത്തിൽ സ്ത്രീയുടെ ഔറത്ത് അതിൻ്റെ ശരിയായ ഭാഗം മുഖവും 2 മുൻകൈയും ഒഴികെ എല്ലാം. മുഖവും 2 മുൻകൈയും ഒഴികെ എല്ലാം. ഇതാണ് നിസ്കാരത്തിൽ സ്ത്രീയുടെ ഔറത്ത്. ചോദ്യം 3, പുരുഷന് അണിയൽ സുന്നത്തായ ആഭരണം. പുരുഷന് അണിയൽ സുന്നത്തായ ആഭരണം ഒരു വെള്ളി മോതിരം. ഒരു വെള്ളി മോതിരം. അതാണ് ശരിയായ. 4, വസ്ത്രത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ നിറം. വസ്ത്രത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ നിറം വെള്ള എന്നുള്ളതാണ് ശരി. വസ്ത്രത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ നിറം വെള്ള. ഇനി ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ബയ്യിനുൽ അഹ്കാം, വിധികൾ വ്യക്തമാക്കുക എന്നുള്ളതാണ്. ചോദ്യം 1, നെയ്ത ശേഷം കളർ ചെയ്ത വസ്ത്രം ധരിക്കൽ കറാഹത്ത്. നെയ്ത ശേഷം കളർ ചെയ്ത വസ്ത്രം ധരിക്കൽ കറാഹത്ത്. ചോദ്യം 2, നരച്ച മുടിക്ക് ചുവപ്പ് മഞ്ഞ കളർ കൊടുക്കൽ സുന്നത്ത്. നരച്ച മുടിക്ക് ചുവപ്പോ മഞ്ഞയോ കളർ കൊടുക്കൽ സുന്നത്ത്. 3, കറുപ്പ് കളർ കൊടുക്കൽ ഹറാം. കറുപ്പ് കളർ കൊടുക്കൽ ഹറാം. അടുത്ത ഭാഗം ബയ്യിൻ, വ്യക്തമാക്കുക എന്നുള്ളതാണ്. ചോദ്യം 1, അന്യപുരുഷന് സമീപം സ്ത്രീയുടെ ഔറത്ത്. അന്യപുരുഷന് സമീപം സ്ത്രീയുടെ ഔറത്ത്. ഉത്തരം അന്യപുരുഷൻ്റെ അടുക്കൽ ശരീരം മുഴുവനുമാണ്. അന്യപുരുഷൻ്റെ അടുക്കൽ ശരീരം മുഴുവനും ഔറത്താണ്. ചോദ്യം 2, പുരുഷൻ്റെ ഔറത്ത്. ഉത്തരം മുട്ട് പൊക്കിളിനിടയിലുള്ള സ്ഥലമാണ് പുരുഷൻ്റെ ഔറത്ത്. മുട്ട് പൊക്കിളിനിടയിലുള്ള സ്ഥലമാണ് പുരുഷൻ്റെ ഔറത്ത്. ചോദ്യം 3, പുരുഷന് അണിയൽ ഹറാമായ വസ്തുക്കൾ. പുരുഷന് അണിയൽ ഹറാമായ വസ്തുക്കൾ. ഉത്തരം പട്ടുവസ്ത്രങ്ങൾ, സ്വർണം വെള്ളി ആഭരണങ്ങൾ എന്നിവ പുരുഷന്മാർക്ക് ഹറാമാണ്. പട്ടുവസ്ത്രങ്ങൾ, സ്വർണം വെള്ളി ആഭരണങ്ങൾ എന്നിവ പുരുഷന്മാർക്ക് ഹറാമാണ്. ചോദ്യം 4, നിസ്കാരത്തിൽ സ്ത്രീയുടെ ഔറത്ത്. നിസ്കാരത്തിൽ സ്ത്രീയുടെ ഔറത്ത്. ഉത്തരം നിസ്കാരത്തിൽ മുഖവും 2 മുൻകൈയും ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളുമാണ്. നിസ്കാരത്തിൽ മുഖവും 2 മുൻകൈയും ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളുമാണ് ഔറത്ത്. ചോദ്യം 5, പുരുഷൻ നരച്ച മുടിക്ക് മൈലാഞ്ചി ചായം ഇടുന്നതിൻ്റെ വിധി. പുരുഷൻ നരച്ച മുടിക്ക് മൈലാഞ്ചി ചായം ഇടുന്നതിൻ്റെ വിധി. ഉത്തരം നരച്ച മുടിക്ക് ചുവപ്പോ മഞ്ഞയോ കളറ് കൊടുക്കൽ പുരുഷന് സുന്നത്താണ്. നരച്ച മുടിക്ക് ചുവപ്പോ മഞ്ഞയോ കളറ് കൊടുക്കൽ പുരുഷന് സുന്നത്താണ്. എന്നാൽ കറുപ്പിക്കൽ ഹറാമാണ്. കറുപ്പിക്കൽ ഹറാമാണ്. ചോദ്യത്തിൻ്റെ 4ാമത്തെ ഭാഗം ലഅ അലാമത്ത സഹീഹൻ ഔ ഖത്അൻ ഒ സഹീഹിൽ ഖത്അ. ശരിയായതിന് ശരിയെന്നും തെറ്റിന് തെറ്റ് എന്നും അടയാളപ്പെടുത്തണം. തെറ്റിനെ ശരിയാക്കി എഴുതുകയും വേണം. നമുക്ക് നോക്കാം. ചോദ്യം 1, പുരുഷന് ചൂണ്ടുവിരലിൽ മോതിരം ധരിക്കുന്നതാണ് സുന്നത്ത്. അത് തെറ്റാണ്. ശരിയായത് ചെറുവിരലിൽ ധരിക്കലാണ് സുന്നത്ത്. ചെറുവിരലിൽ ധരിക്കലാണ് സുന്നത്ത്. ചോദ്യം 2, പുരുഷന് സ്വർണവും പട്ടും ധരിക്കുന്നത് ഹലാലാണ്. അത് തെറ്റാണ്. അതിൻ്റെ ശരിയായ രൂപം ഹറാമ് എന്നുള്ളതാണ്.
പുരുഷന് സ്വർണവും പട്ടും ധരിക്കുന്നത് ഹറാമാണ്. ചോദ്യം 3. ഔറത്ത് മറക്കാൻ ഒന്നുമില്ലെങ്കിൽ നഗ്നനായി നിസ്കരിക്കണം. അത് ശരിയാണ്. അതിൻ്റെ നിയമം വാജിബ് എന്നുള്ളതാണ്. ഔറത്ത് മറക്കാനൊന്നുമില്ലെങ്കിൽ നഗ്നനായി നിസ്കരിക്കണം. അത് വാജിബാണ്, നിർബന്ധമാണ്, മടക്കേണ്ടതില്ല. അടുത്ത ചോദ്യത്തിൻ്റെ ഭാഗം അൻഷിത്തത്തുൽ തബ്തുബീഖിയ്യ അഥവാ പ്രാക്ടിക്കൽ പ്രവർത്തനങ്ങളാണ്. 1. പാൻസ് ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നിസ്കരിക്കുമ്പോൾ അതേപോലെ നിസ്കാരമല്ലാത്ത സമയത്ത് ഒക്കെ പാൻസ് ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. 1. ഞെരിയാണിക്ക് താഴെ പാൻസ് ഉണ്ടാവുന്നത് ശ്രദ്ധിക്കുക. ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കാൻ പാടില്ല. അത് പാൻസ് ആകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞെരിയാണിക്ക് താഴെയായാൽ അവൻ്റെ നിസ്കാരം സ്വഹീഹാകൂല എന്നും അതുപോലെ അഹങ്കാരിയാണ് എന്നൊക്കെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതാണ് ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് പാൻസ് ധരിക്കുമ്പോൾ ഔറത്ത് മറയുന്ന രൂപമുണ്ടോ എന്നും കൂടി ശ്രദ്ധിക്കുക. അഥവാ പൊക്കിളിൻ്റെ ഭാഗം മറയുന്ന അത്ര പാൻസ് വരുന്നുണ്ടോ എന്നും കൂടി ശ്രദ്ധിക്കുക. നിസ്കാരത്തിൻ്റെ സിഹത്തിനെ ബാധിക്കുന്ന ഒരു പ്രധാന വിഷയമാണ് പാൻസ് ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നും കൂടി നമ്മൾ ഓർത്ത് അത് കൃത്യമായ രൂപത്തിൽ തന്നെ ധരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം നോക്കാം. വെള്ള വസ്ത്രം ശ്രേഷ്ഠമാണ് എന്നതിനുള്ള കാരണങ്ങൾ. വെള്ള വസ്ത്രമാണ് ധരിക്കൽ ഏറ്റവും ശ്രേഷ്ഠമായത്. അത് ഹദീസിൽ വന്നതും കൂടിയാണ് വെള്ള വസ്ത്രത്തിനുള്ള ശ്രേഷ്ഠത. കൂടാതെ മരിച്ചാൽ കഫൻ ചെയ്യുന്നതും വെള്ള വസ്ത്രത്തിലാണ്. അതുകൊണ്ട് വെള്ള വസ്ത്രത്തിന് ശ്രേഷ്ഠതയുണ്ട്. അതുതന്നെയാണ് നിസ്കാരത്തിലും മറ്റുമായി വെള്ള വസ്ത്രത്തിനുള്ള ശ്രേഷ്ഠതയായി ഹദീസിൽ പറഞ്ഞത്. അള്ളാഹു നമുക്ക് നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി നല്ലതുപോലെ ജീവിതത്തിൽ ക്രമീകരിക്കാൻ, പരീക്ഷയിൽ ഉന്നത വിജയം നേടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.